ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആർക്ക് സർവൈവൽ ഇവോൾവ്. ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ചധികം നാർക്കോബറീസ് കളക്ട് ചെയ്യാൻ വന്നാണ് കേട്ടോ. നമുക്ക് ഇനി മുതൽ ട്രാങ്കാരസ് ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിൽ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. അസെൻഡൻറ്റ് ലീച്ച് ബ്ലഡ്. അസെൻഡൻറ്റ് വെപ്പൺ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ പ്രിൻസ് കിട്ടിയാലും മതിയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നാർക്കോബർ ഇത്രയും മതിയും തോന്നുന്നു. നോക്കട്ടെ. 500 ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നാർക്കോബർ കിട്ടിയിട്ടുണ്ട്. 500 1000-ൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും നാർക്കോബർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. ഡ്രോപ്പ് ഇപ്പോൾ നേരെ നമ്മുടെ ബേസിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിനടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഫുള്ള് നമ്മുടെ വുഡിൻ്റെ ഐറ്റംസ് ആക്കി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബേസിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. നമ്മൾ ഫോർജ് വെച്ചു, പിന്നെ 2 ബോക്സ് വലിയ ബോക്സ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും മാറ്റിയുള്ള, പിന്നെ സ്മിത്തിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചധികം നാർക്കോട്ടിക്സ് ഉണ്ടാക്കണം. നാർക്കോട്ടിക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാർക്കോബറിയും പിന്നെ സ്പോൾഡ് മീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നാർക്കോട്ടിക്സ് ഉണ്ടാക്കുന്നത്. ഒരു മിനിറ്റ്, സ്പോൾഡ് മീറ്റ് കുറച്ചധികം കാണുമല്ലോ. നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാവും. ഇതിനകത്ത് ഫുൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് കുറച്ചുണ്ട്. ഇപ്പുറത്തിലുണ്ടോ? ഓക്കെ, ഇപ്പുറത്തേലും കുറച്ചുണ്ട്. ഇനി ഇപ്പുറത്തേലുണ്ടാകുന്ന നോക്കട്ടെ. ഓക്കെ, ഇപ്പുറത്തേലും ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ നേരെ നമ്മുടെ നാർക്കോട്ടിക്സ് കുറച്ചധികം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോൾഡ് മീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ക്രാഫ്റ്റ് എത്ര ക്രാഫ്റ്റ് ചെയ്യാം? 227 ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ കിടന്ന് ക്രാഫ്റ്റ് ആവട്ടെ. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഒരു ട്രൈക്കിനെ പിടിക്കാൻ പോകണം. അതുപോലെ തന്നെ ട്രൈക്കിന് അത്യാവശ്യം ട്രാങ്കാരസ് വേണം. നമ്മൾ ഈ 100 കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ലാതെ തോന്നുന്നു. എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. അസെൻഡൻറ്റ് വെപ്പൺസ് ആണെങ്കിൽ നമുക്ക് 100 കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്തു വരാം. ട്രാങ്കാരസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റോണാരോ പിന്നെ ഒരു നാർക്കോട്ടിക്സും വേണം നമുക്ക് ഒരു ട്രാങ്കാരോ പണിയാനായിട്ട്. 67 പണിയാം. അതവിടെ കിടന്ന് പണിയട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ട്രൈക്കിന് സാധനങ്ങൾ അൺലോക്ക് ചെയ്താലാ നമുക്ക് എന്നിട്ട് അത് പണിത് വെക്കാം. എന്തായാലും നമ്മുടെ നാർക്കോട്ടിക്സ് ആവാൻ ടൈം എടുക്കും. ഓക്കെ, ലെവൽ 16 ട്രൈക്കിൻ്റെ സാധനം അൺലോക്ക് ആവുന്നത്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈഡ്, ഫൈബർ, വുഡ് ഇത്രേ ഉള്ളൂ. ഈസി. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഹൈഡ് ഉണ്ട്, ഫൈബറും പിന്നെ വുഡും. ഇവിടെ യെസ്, ക്രാഫ്റ്റ്. നമ്മുടെ ട്രൈക്കിൻ്റെ സാഡിൽ അസെൻഡൻറ്റ് സാഡിലൊക്കെ ഇട്ടു. അതിൻ്റെ ബ്ലൂ പ്രിൻസ് കിട്ടിയ കേവ് റൺ ചെയ്യേണ്ടി വരുമോ തോന്നുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ ട്രൈക്കിൻ്റെ സാഡിലും അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിബിളാണ് നമ്മുടെ ട്രൈക്ക് കഴിക്കുന്ന കാർണോടോറസ് കിബിൾ, കാർണോ എഗ് കിബിൾ. അപ്പോൾ ഇത് നമുക്ക് ഒരു 6 മേടിക്കാം ഗൈസ്. അപ്പോൾ നമുക്കൊരു ട്രൈക്കിന് കിട്ടിയിട്ടുണ്ട്. ലെവൽ 45 വേണം. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിനെ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ്ലൈൻ ഞാൻ ചെയ്യുമ്പോൾ നല്ല ഹൈ ലെവലിൽ നമുക്ക് ട്രൈക്കിന് പിടിക്കാമെന്നുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാം. നമുക്ക് നമ്മുടെ ട്രാപ്പ് സെറ്റ് ചെയ്യാം. ട്രാപ്പ് പക്ഷേ ഈ ഭാഗത്ത് എങ്ങനെ ട്രാപ്പ് സെറ്റ് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്ന. നമുക്ക് നോക്കാം. സെറ്റ് ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം താഴെ വെക്കാൻ പറ്റും. ഇല്ലടാ, പക്ഷേ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ സാധനം. അപ്പോൾ നമുക്ക് കുറച്ചധികം ടാസ്ക് ആണ് കേട്ടോ ട്രൈക്കിനെ പിടിക്കാനായിട്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ വെക്കുക. 2 ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ. യെസ്, നമ്മുടെ ട്രാപ്പ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്ത് വലിയ ട്രാപ്പാണത്. ഇനിയിപ്പോൾ നമ്മുടെ മറ്റേ ഏണി, ട്രക്കിന് ഇങ്ങനെ കയറി വരാനുള്ള നമ്മുടെ ഏണി അല്ലല്ല സ്റ്റെപ്പ് പോലത്തെ സാധനം അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രൈക്കിനെ നമ്മുടെ ട്രാപ്പിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, നമ്മളൊരു അമ്പൂട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രൈക്ക് നമ്മളെ ഫോളോ ചെയ്ത് വരും. ഓക്കെ, ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് കയറുക. പയ്യെ ഇങ്ങനെ കയറണം. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രൈക്ക് അങ്ങനെ ട്രാപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. എൻ്റെ മിക്കവാറും പെട്ടെന്ന് വീണടാ. ഗൈസ്, ഒരമ്പിന് വീണാമേ. എൻ്റെ മോനെ, ഞാൻ ഒരു കൊച്ചുയില്ലാടി തന്നെ. ഇനി അമ്പെടുത്ത് മാറ്റി നോക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് സൂതിമോം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ട്രൈക്കിൻ്റെ എഗ് കിബിളും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മിക്കവാറും ഒരെണ്ണത്തിൽ തന്നെ നമ്മുടെ ട്രൈക്കിങ്ങിന് ടൈം ആവുന്നതായിരിക്കും. യെസ്, ഒരു കിബിളിൽ തന്നെ നമ്മുടെ ട്രൈക്കിങ്ങിന് ടൈം ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ പാസീവ് സ്റ്റോപ്പ് ഓൺ. ഓക്കെ, എല്ലാവരും ഞാൻ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം പൊളിച്ചല്ലട്ടെ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ട്രൈക്കിനെ പുറത്തോട്ട് എടുക്കാൻ. ട്രൈക്കിനൊരു കില്ലാടി എബിലിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇങ്ങനെ സ്പീഡിലോട്ട് പോകും. അത് ഒറ്റ ഓട്ടോയിക്കോളും. നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് തന്നെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. കുറച്ചധികം നേരം ഇതിങ്ങനെ പൊക്കോളും. ഓക്കെ, നമ്മുടെ പാരസോറ ഫോളോ ചെയ്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിന് വെച്ചിട്ട് ഇനി പെട്ടെന്ന് നമുക്ക് ബെറീസ് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ട്രൈക്ക് പിന്നെ അത്യാവശ്യം
നമുക്ക് ഇതും കളക്ട് ചെയ്ത് തരും. നമ്മുടെ എന്താണ് താച്ചും അത്യാവശ്യം നമുക്ക് കളക്ട് ചെയ്ത് തരും. ഇനിയിപ്പോൾ താച്ച് കളക്ട് ചെയ്യാൻ വേറെ മറ്റേ കമ്പി കുത്തേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ എന്തോരം ബെറീസാണ് കളക്ട് ചെയ്യണമെന്ന് നോക്കിയേ. ട്രൈക്ക് പിന്നെ ഈ പെട്ടെന്ന് തീരും കേട്ടോ. നമ്മുടെ സ്റ്റാമിന പെട്ടെന്ന് തീരും. കാരണം അത് ലോ ലെവലല്ലേ, അതുകൊണ്ട് സ്റ്റാമിന പെട്ടെന്ന് തീരും. അത് നമുക്ക് ആരോഗ്യം ഉണ്ട്. കാരണം എന്തായാലും ഹൈ ലെവൽ ഓർമ്മത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പോയിട്ട് നമ്മളെ കുറച്ച് നമുക്ക് കുറച്ച് ബെറീസ് കളക്ട് അതുകൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. ബെറീസ് അത്യാവശ്യം നല്ല സ്പീഡിൽ കളക്ട് ചെയ്യും ഈ ട്രൈക്ക്. ഈ ബെറീസ് ഉള്ള ഭാഗത്ത് എവിടെയെങ്കിലും ബെറീസ് ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ പാരസോർ അപേക്ഷിച്ച് ട്രൈക്ക് അത് കുറച്ചുകൂടെ വേഗത്തിൽ ബെറീസ് കളക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വരിക, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, പെട്ടെന്ന് കിട്ടും. പാരസോർ എന്ന് വെച്ചാൽ വന്ന് കറക്റ്റ് ഇവിടെ ഇങ്ങനെ കുത്തണം. അതാണ് പാരസോറും കൊണ്ടൊരു ഷോകം അതാണ്. പക്ഷേ അത്യാവശ്യം ബെറീസും കളക്ട് ചെയ്യും കേട്ടോ. പാരസോറും നല്ല രീതിക്ക് ബെറീസും കളക്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ചേർത്തനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കോടി മറക്കരുത്. അപ്പോൾ ലൈക്ക് അടിക്കൂ, സന്തോഷിക്കൂ. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.